നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മൈത്രി മുഹൂർത്തത്തെ കുറിച്ചാണ്. മാർച്ച് മാസം വരുന്ന മൈത്രി മുഹൂർത്തത്തെ കുറിച്ച്. മൈത്രി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയ വ്യക്തിക്ക് ഒരു തുക ആ ദിവസം തിരിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ചിലർ കടം വാങ്ങിച്ചിരിക്കും, അവർക്ക് പലിശയല്ലാതെ ആ മുതലിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും കൊടുക്കാൻ സാധിക്കാറില്ല. എപ്പോഴും പലിശ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ പലിശ കൊടുക്കുന്നതല്ലാണ്ട് അവർക്ക് മുതലിലേക്ക് പറഞ്ഞിട്ട് ഒരു രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. എന്താ പറഞ്ഞാൽ സമ്പാദിക്കുന്ന മുഴുവൻ പലിശ കെട്ടേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ ഈ മുഹൂർത്ത ടൈമിൽ നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിലാണ് നിങ്ങൾ ഈ വാങ്ങിയ സംഖ്യ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ്. ഇപ്പൊ യാദൃച്ഛയായിട്ട് ആ വ്യക്തിയെ കാണാൻ പറ്റിയില്ല, അന്നൊരു ചെറിയ തുകയുള്ളൂ, അന്ന് അയാൾക്കത് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കവർ എടുത്തിട്ട്, വെള്ള കവർ എടുത്തിട്ട് അയാളുടെ പേരും അയാൾക്ക് എത്ര രൂപയാണോ നിങ്ങൾ കൊടുക്കാനുള്ളത് അതും എഴുതിയിട്ട് ആ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ഈ പൈസ നിക്ഷേപിച്ച് വെക്കുക. അങ്ങനെ വെച്ചിട്ട് അതിനെ എടുത്ത് നമ്മൾ നമ്മുടെ അൽമാറയിൽ ഏതെങ്കിലും ഒരു പട്ടുസാരിന്റെ ഇടയിലായിട്ട് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ അത് എത്രയും വേഗം അയാൾക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പൊ ജോലിക്കൊക്കെ പോണ വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയുള്ളവർക്ക് ഒരു കവർ എടുത്തിട്ട് അവരുടെ പേര് എഴുതിയിട്ട് പൈസ എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഈ മാർച്ച് 3-ാം തീയതി പറയുന്നത് 8:46 മുതൽ 10:33 വരെയാണ് സമയം. രാവിലെയാണ്. അപ്പൊ രാവിലെ 8:46 എന്ന് പറയുമ്പോൾ രാവിലെ തിങ്കളാഴ്ച ആയതുകൊണ്ട് വിളക്ക് വെച്ച് ദേവിനെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ മഹാലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഈ കടം എത്രയും വേഗം തീർന്നു കിട്ടണേ എന്ന് പറഞ്ഞ് അരിയും പച്ചരി നിർത്തി വെച്ചതിന് ശേഷം അതിന്റെ മേലിലേക്കായിട്ട് ഒരു മൺവിളക്ക് വെക്കുക. നെയ്യ് വിളക്ക് വെക്കാൻ പറ്റിയ അങ്ങനെ, ഇല്ല നല്ലെണ്ണ ഉള്ളുവെങ്കിൽ നെല്ലെണ്ണ വെച്ച് വിളക്ക് വെക്കുക. വിളക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്മി ദേവിന്റെ ഫോട്ടോ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഈ കടം എത്രയും വേഗം കൊടുത്തു തീർക്കാൻ വഴി കാണിച്ചു തരണേ അമ്മേ എന്ന് പറഞ്ഞ് ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ബിരിയാണി ഇല എടുക്കുക. ബിരിയാണി ഇലന്റെ മേലെ ബിരിയാണി ഇലയിൽ ആ വ്യക്തിക്ക് എത്ര രൂപയാണോ നിങ്ങൾ കൊടുക്കാനുള്ളത് അത് എഴുതുക, ആ വ്യക്തിയുടെ പേരെഴുതുക. എന്നിട്ട് അതിന് പുറത്ത് ഒരു 10 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് ആ 10 രൂപ എടുത്ത് വെക്കുക. ഒരു തുണ്ട് പച്ചക്കൽപ്പൂരം എടുത്ത് വെക്കുക. എടുത്തു വെച്ചിട്ട് നന്നായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പച്ചക്കൽപ്പൂരവും ഈ പൈസ എടുത്തിട്ട് ഒരു കവർ, വെള്ള കവർ എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ഈ വ്യക്തിന്റെ പേര് എഴുതിയതിന്റെ ഉള്ളിലേക്കായിട്ട് വെക്കുക. എന്നിട്ട് ഈ ബിരിയാണി ഇലനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എടുത്ത് കത്തിച്ച് കളയുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കടം തീർന്നു എന്നുള്ള ഒരു സങ്കല്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ അത് കത്തിച്ച് കളയാൻ. അപ്പോൾ ആദ്യം നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പറയണം ഏതെങ്കിലും ഒരു മന്ത്രം, നിങ്ങൾക്ക് അറിയാവുന്ന മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക. ഇല്ല നിങ്ങൾക്ക് മഹാലക്ഷ്മി മന്ത്രം ഏതും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന് 27 പ്രാവശ്യം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഈ പൈസ ആ കവറിന്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുക. എത്രയും വേഗം എനിക്ക് കൊടുത്തു തീർക്കാനുള്ള വഴി കാണിച്ചു തരണേ പറഞ്ഞ് ദേവിയോട് അല്ലെങ്കിൽ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദേവിമാരാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാവും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മൈത്രി മുഹൂർത്തം വരുന്ന ടൈമുകളിൽ നിങ്ങൾ വാങ്ങിയ വ്യക്തിക്ക് ഒരു സംഖ്യയെങ്കിലും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾക്ക് ആ കടം എത്രയും വേഗം തീർന്നു കിട്ടുന്നതാണ്. അപ്പോൾ മാർച്ച് 3-ാം തീയതി 8:46 to 10:33 വരെയുള്ള ടൈമിലാണ് മേഷലഗ്നത്തോടും അശ്വതി നക്ഷത്രത്തോടു കൂടിയിട്ടാണ് വരുന്നത്. പൊതുവെ അശ്വതി നക്ഷത്രത്തിൽ ഒരു കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കടം എത്രയും വേഗം തീർന്നു കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ദിവസം ഇത് ചെയ്യാം. ഇനി രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് 19/3/2025 അന്ന് വൈകിട്ടാണ് വരുന്നത്. 10:05 മുതൽ പിറ്റേ ദിവസം, അത് പറഞ്ഞാൽ 19-ാം തീയതി തുടങ്ങി 20-ാം തീയതി 12:16 വരെ നിൽക്കുന്നുണ്ട്. അന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച തുടങ്ങുന്നതുകൊണ്ട് ബുധനാഴ്ച മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. മുരുകനെ പ്രാർത്ഥിച്ചുകൊണ്ട് നവധാന്യങ്ങൾ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വെക്കുക. ഇല്ലെങ്കിൽ പയറുകൾ, നമ്മുടെ വീട്ടിൽ എന്താണോ പയറുള്ളത് ആ പയറുകൾ
കൂടുതലും ചെറുപയർ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വെച്ച് അതിൻ്റെ മേലെ ഒരു അകൽ വിളക്ക് വെക്കുക. മൺചിരാത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് വിളക്ക് വെച്ചതിന് ശേഷം മുരുകൻ്റെ അടുത്തായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് ഈ കടം എത്രയും വേഗം കൊടുത്തു തീർക്കാൻ പറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ കവറുകൾ നിങ്ങൾ എത്ര വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടോ അത്രയും കവറുകൾ എടുക്കുക. ആ കവറിന് പുറത്ത് ആ വ്യക്തികളുടെ പേരെഴുതി വെക്കുക. എന്നിട്ട് പണം ഒരു 10 രൂപയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പൈസ അതിൽ നിക്ഷേപിച്ച് വെക്കുക. എന്നിട്ട് ഈ മന്ത്രം നമ്മൾ ഈ വിളക്ക് വെക്കാൻ പറയുന്നത്, വിളക്ക് വെക്കുമ്പോൾ അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ചെറുപയറാണെങ്കിൽ ശരി, അരിയാണെങ്കിൽ ശരി, അത് നിങ്ങൾ കുരുവികൾക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ നമ്മുടെ നമ്മളൊരു അന്നം കൊടുക്കുകയാണ്. അപ്പൊ ആ പക്ഷികളുടെ അടുത്ത് നമ്മൾ വടക്ക് വശത്തായിട്ട് ഇത് ഇട്ട് കൊടുക്കുക. വടക്ക് വശത്തായിട്ട് കുരുവികളോ പറവകളോ വരുന്നതിൽ ഒരു പാത്രത്തിലാക്കിയിട്ടാണെങ്കിൽ അവിടെ വെക്കുക, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറവകൾ അത് കഴിക്കുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള കർമ്മദോഷങ്ങൾ മാറിക്കിട്ടും എന്ന് പറയാറുണ്ട്. നമുക്ക് ചിലരുണ്ട് ജാതകത്തിൽ ദോഷം കൊണ്ടും കടബാധ്യതകൾ വരാം. അവരായിട്ട് അറിഞ്ഞ് വാങ്ങിക്കുന്നതല്ല, അവർക്ക് അങ്ങനെയുള്ള ഒരു ചെലവ് വരികയാണ്, ജാതകവശാൽ വരികയാണ്. അപ്പോൾ അവർ യാദൃച്ഛികമായിട്ടും കടം വാങ്ങിപ്പോവാണ്. കടം വാങ്ങിപ്പോകുമ്പോൾ ആ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടത്തില ഓരോ ദിവസങ്ങളും. അതുപോലെ ഈ വ്യാഴം മറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കടബാധ്യതകൾ യാദൃച്ഛികമായിട്ട് നമുക്ക് വന്നു ചേരാം. അപ്പൊ ആ ദിവസം നിങ്ങൾ ഈ അകൽ വിളക്ക് വെച്ച് മുരുകനെ പ്രാർത്ഥിക്കുക. ഈ ബുധനാഴ്ച ദിവസമാണ് പ്രാർത്ഥിക്കേണ്ടത്. 19/3/2025 10:05 മുതൽ 12 മണി 16 മിനിറ്റ് വരെ. 12 മണി 16 മിനിറ്റ് പറഞ്ഞാൽ 20-ാം തീയതി രാത്രി 12 മണി 16 മിനിറ്റ് വരെയുള്ള ടൈമും നല്ല ടൈമാണ്. ഈ മുഹൂർത്ത കാലമാണ്, മൈത്രി മുഹൂർത്ത സമയമാണ്. അപ്പൊ ആ സമയത്തെ ബുധനാഴ്ച ദിവസം ഇതേപോലെ ഞങ്ങൾ 10:05 രാത്രി സമയമായതുകൊണ്ട് നിങ്ങൾക്ക് ചെറുപയർ വെച്ച് അകൽവിളക്ക് വെച്ച് ചെയ്യാം. ഇല്ല അതൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അകൽവിളക്ക് കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മുരുകനെ പ്രാർത്ഥിച്ച് 27 പ്രാവശ്യം മുരുകന്റെ ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ജപിക്കുക. അങ്ങനെ 27 പ്രാവശ്യം ജപിച്ചിട്ട് ആ പൈസനെ എടുത്ത് ആ കവറിന്റെ ഉള്ളിലേക്കായി ഇട്ട് വെക്കുക. ഏത് വ്യക്തിക്കാണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്, എത്ര വ്യക്തികൾക്ക് കൊടുക്കാനുണ്ടോ അത്രയും വ്യക്തികളുടെ പേരെഴുതിയ കവറുകൾ വെക്കുക. ആ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ആ പൈസ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ മന്ത്രം 27 പ്രാവശ്യം ജപിക്കുക. ധരണി ഗർഭസംഭൂതം വിദ്യുത് കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്ന മന്ത്രം 27 പ്രാവശ്യം ഡെയിലി ജപിക്കുക. ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞ് 27 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ആ കടം തീർക്കാനുള്ള ഒരു വഴി ഭഗവാൻ കാണിച്ചു തരാം. അപ്പോൾ മുരുകൻ, അഹങ്കാരകനായ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കടമുള്ളവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മുരുകനെയാണ്. മുരുകനെ പ്രാർത്ഥിച്ച കടത്തുനിന്ന് എത്രയും വേഗം മുക്തി കിട്ടും എന്ന് പറയാറുണ്ട്. 19/3/2025 19-ാം തീയതി തുടങ്ങുന്ന മൈത്രി മുഹൂർത്തം 20-ാം തീയതി രാത്രി 12:16 വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പ്രാവശ്യം 3 മൈത്രി മുഹൂർത്തമാണ് വരുന്നത്. 31/3/2025 6:56 മുതൽ 8:43 വരെയാണ്, തിങ്കളാഴ്ചയാണ്. ഈ തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ ദേവിമാരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പച്ചരി വെച്ച് അതിന്മേലെ ഒരു അകൽവിളക്ക് അകൽവിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ എത്ര വ്യക്തികൾക്കാണോ കൊടുക്കാനുള്ളത് ആ കവർ എടുത്ത് വെക്കുക. ആ കവറിന്റെ ഉള്ളിലേക്കായിട്ട് നിങ്ങൾ ആ വ്യക്തികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ ആ കവറിലേക്ക് മാറ്റി വെക്കുക. ഇല്ല ആ സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ പറ്റുമെങ്കിൽ ആ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് അതിലേക്ക് മുതലിലേക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പൈസ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കടം എത്രയും വേഗം കൊടുത്തു തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കൊടുത്തു തീർക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കടങ്ങൾ കുറേശ്ശെ കുറഞ്ഞു വരാൻ തുടങ്ങും. കാരണം ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് പൈസ വന്നു ചേരും. അപ്പൊ ഞാൻ ഇതിലൊരു മന്ത്രം പറയുന്നുണ്ട് മുരുകന്റെ. ആ മന്ത്രം നിത്യം ജപിക്കുക. നിത്യം വൈകിട്ട് ജപിക്കുക. വൈകിട്ട് 27 പ്രാവശ്യം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കടങ്ങൾ പൂർണ്ണമായും തീർന്ന് നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതാണ്. പണക്കഷ്ടം അല്ലെങ്കിൽ കടബാധ്യതകൾ പൂർണ്ണമായും തീർന്ന് നിങ്ങൾക്ക് കടങ്ങള്, രോഗങ്ങള്, ദുരിതങ്ങള് ഒന്നും തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുകയില്ല. അപ്പോൾ ഈ ഓരോ മാർച്ച് മാസത്തിൽ 3 മുഹൂർത്തം വരുന്നത്. മാർച്ച് 3-ാം തീയതി
19/3, 19/3 തുടങ്ങിയത് 20/3 വരെയുണ്ട്. പിന്നെ 31/3 ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് വരുന്നത്. ആ ദിവസം ആ ടൈമില്, ആ പറയുന്ന ടൈമില് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെന്നുണ്ടെങ്കിലും ആ കടങ്ങൾ പൂർണ്ണമായും തീർന്ന് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടായി വരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.